എന്നോ ചത്തുപോയ തള്ളയുടെ തലയ്ക്ക് വിളക്കും വെച്ച് എന്നെ വെല്ലുവിളിച്ചു പോയിട്ട് എന്തായി? കലങ്ങിയില്ലേ? എല്ലാം കലങ്ങി ഒലിച്ചു പോയില്ലേ? ഏട്ടനായിട്ട് ഒരുത്തന്റെ കല്യാണം കലക്കിയിട്ടില്ല. കലക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷെ ഏട്ടനേക്കാൾ മുമ്പേ ദൈവം അത് കലക്കി. അതാണ് ഏട്ടനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേട്ടാ? എന്നെ പട്ടിയാക്കി മാറ്റി നിർത്തി തുലാം 16 അയാള് കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അന്നേ നാട്ടിലൊരു കല്യാണമേ നടക്കൂ. നമ്മള് കാത്തിരിക്കുന്ന ചന്ദ്രപ്പന്റെ രുക്മിണിയുടെയും കല്യാണം. നീ സന്തോഷത്തോടെ ഇരി, ഏട്ടൻ പറഞ്ഞതാ. ചന്ദ്രപ്പൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ കിട്ടാതെ പോയ താലിയോർത്ത ആ മാഷയുടെ മോള് നീറി നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ, കേൾക്കും. ഓ, കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ ഏടത്തിന്ന് പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരാടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങിപ്പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ചാ വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ, എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ച ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? വേണ്ട. കല്യാണം മുടങ്ങിന്ന് വെച്ച് നീ അത്രയ്ക്ക് അങ്ങോട്ട് ബലം പിടിക്കണ്ട, ആ തൂണ് വീഴും. കള്ളം കയറുന്നതും സാധനങ്ങൾ കട്ടുകൊണ്ടുപോകണമൊക്കെ സാധാരണയല്ലേ മേസ്ത്രി? എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയോ? ഈ കല്യാണം എങ്ങനെയും നടക്കണം. ഞാനും ഒരു അസല് കള്ളനാ. പറഞ്ഞ സ്വർണം ഇല്ലാതെ ഞാൻ ഈ കല്യാണം നടത്തില്ല. അച്ഛനും 4 വട്ടം മോഹാത്സ്യം ഉണ്ടായി. നല്ല ചെന്നിനായകം പാലിലങ്ങോട്ട് അരച്ചു കൊടുത്താൽ മോഹാത്സ്യം മാറിക്കിട്ടും. കഴിയുന്നതും ചീത്തവാക്കുകളില്ലാതെ നമുക്ക് സംസാരിക്കാം. രാധയ്ക്ക് കൊടുക്കാൻ 91 പവനാ ഞങ്ങൾ കരുതി വെച്ചത്. നിശ്ചയിച്ച തീയതിക്ക് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. വീടും പറമ്പും വിറ്റിട്ടായാലും രാധയ്ക്കുള്ളത് കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ തന്നോളാം. കള്ളം കട്ടോണ്ട് പോയിന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും വിശ്വസിക്കില്ല കുട്ടി. ആ 91 പവന് ഞങ്ങളെ കാണിക്കും. കല്യാണത്തിന് ഇനിയും ദിവസങ്ങളില്ലേ? രാധയ്ക്ക് കൊടുക്കാൻ വെച്ച സ്വർണം ഒന്നുകൂടി അങ്ങോട്ട് ഉണ്ടാക്കാൻ അച്ഛനോട് പറ. എന്നാ മുഹൂർത്തത്തിന് കല്യാണം നടക്കും. അല്ലെങ്കിൽ ഇവന്റെ പെണ്ണ് വേറെ. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ഞാൻ കെട്ടൂലെങ്കിലോ? നീ കെട്ടൂലെങ്കിൽ ഞാൻ കെട്ടും. ഇവിടെ അടുത്ത ഞാൻ ഇത്തിരി വെള്ളം കിട്ടുമോ? എന്റെ ദാഹുണ്ടോ? ആ വഴിക്ക് പോയ ഒരു അമ്പലക്കുളമുണ്ട്. എനിക്കിനി വീട്ടിലേക്ക് പോണമെന്നില്ല. ഞാനാ കുറച്ച് ചടിച്ചത്തോളാം. നിങ്ങൾ അച്ഛനോട് വിവരം പറഞ്ഞാൽ മതി. വെള്ളത്തിൽ മുങ്ങി ചത്തത് എന്റെ പ്രശ്നം തീരുവോ? എന്താ അത്? അങ്ങനെ കല്യാണം മുടങ്ങുന്നില്ല. എല്ലാരും കൂടി വട്ടത്തിരുന്ന് ഉറപ്പിച്ച കല്യാണ. അതിൽ നിന്ന് പിന്നോക്കം മാറാ മേസ്ത്രിക്ക് നാട്ടിൽ മേസ്ത്രി അടി ജീവിക്കാൻ പറ്റുമോ? ആ കുളത്തിൽ വെള്ളം ഉണ്ടെന്ന് തന്നോട് ആരാ പറയാൻ പറഞ്ഞു? ഞാൻ ചാടാൻ പോയപ്പോ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം ഉണ്ടോന്ന് അറിയില്ല. ഓ ദിനകര, ഒരു മിനിറ്റ്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛന് ഇങ്ങനെ ഒരു മുഖമുണ്ട്. അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷെന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചേനെ. അത് വേണോ? അത് വേണോ വേണ്ടോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷമിക്കരുത്. ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത്. രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയെ കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയെന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയൻ പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. ഈ വഴിക്കല്ലേ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് കുളിച്ചു കൊടുത്തിട്ട് പോവാം. കൃഷ്ണ കൃഷ്ണനല്ല, അയ്യപ്പനാ. രണ്ടും ഒന്നേടോ. അയ്യപ്പാ അയ്യപ്പാ.
എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100 കിലോമീറ്റർ അപ്പുറത്താ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും കിട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അതച്ഛൻ പറഞ്ഞോ? പണിക്കരട്ട് ചെന്ന ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം അത്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ദിനകര, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവന. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നത്. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നതല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാക കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടു പോവാൻ വയ്യേ. കല്യാണത്തിന് കൂട്ടി വെച്ചിരുന്ന സ്വർണം പോയത് പിന്നെയും സഹിക്കാം. കല്യാണച്ചക്കനെ കള്ളനാക്കിയതാ സഹിക്കാൻ പറ്റാത്ത. സഹദേവന്റെ ലുങ്കി കാണാതാവുന്നതും രാധയുടെ നിശ്ചയം നടക്കുന്നതും ഒരേ ദിവസ. നിശ്ചയം ഉച്ചയ്ക്ക് മുമ്പ്, ലുങ്കി മോഷണം പോയത് അന്ന് വൈകിട്ട്, അതേ ലുങ്കി കൊടുത്ത് ഇവിടെ കള്ളം കയറിയത് അന്ന് രാത്രി. കള്ളൻ എന്തിനാ ചെറിയ ലുങ്കി എടുത്ത് തന്നെ പുതപ്പിച്ചേ? അത് അവൻ പുതപ്പിച്ചതാണോ അതോ നീ എടുത്ത് പുതച്ചതാണോ എന്നൊക്കെ അവനെ കൈ കിട്ടിയാലേ പറയാൻ പറ്റൂ. സഹദേവന്റെ ലുങ്കി ഇവിടെ വീണ അന്വേഷണം സഹദേവന്റെ നേരെ ചെല്ലും. അത് കള്ളനും അറിയാം, കള്ളനെ അയച്ചവനും അറിയാം. സഹദേവനെ കള്ളനാക്കിയിട്ട് അവർക്ക് എന്താ ലാഭം? സഹദേവൻ കള്ളനായ കല്യാണം കലങ്ങും. സ്വർണം തിരിച്ചു കിട്ടിയാലും കള്ളനാണെന്ന് സംശയിക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ രാധെ കൊടുക്കോ? അത് തന്നെ ലാഭം. ആരുടെ എത്രയും വലിയൊരു ബുദ്ധി? തുമ്പശ്ശേരി കുറുപ്പ്. കുറുപ്പല്ലാതെ ഇതിനകത്ത് വേറൊരു പെരുങ്കള്ളനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഹത്ത് എണ്ണയും തേച്ച് കത്തിയും പിടിച്ച് ഇതിനകത്ത് കയറിയത് തുമ്പശ്ശേരി കുറുപ്പല്ല. എന്നാൽ അങ്ങനെ കക്കാനും കക്കുമ്പോ വേണ്ടി വന്ന കൊല്ലാനും ആ കുറുപ്പിന്റെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്വർണം തുമ്പശ്ശേരി കുറുപ്പിന്റെ വീട്ടിൽ കാണും. തുലാം 16 കഴിയുന്നവരെ അയാളത് വിൽക്കില്ല. നിധി കാക്കുന്ന ഭൂതം പോലെ അയാളത് സൂക്ഷിച്ചു വെക്കും. അതെന്താ അയാള് വിൽക്കാത്തെ? വിറ്റ ശേഷം പോലീസ് പിടിച്ച അത് നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് അയാൾക്കറിയാം. അപ്പൊ കല്യാണം നടക്കും. അതുകൊണ്ടാ തുലാം 16 കഴിയാതെ അയാൾ അത് വിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ? CID അല്ല, വലിയ പറമ്പത്ത് എരവിപുരം വീട്ടിൽ നാരായണ മാഷിന്റെ മകൻ ദിനകരൻ. അല്ല, നമുക്ക് എല്ലാവരും വിളിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് നോക്കാനല്ലോ കൊച്ചുകൃഷ്ണ. പോലീസ് വേഷത്തിലവിടെ കയറിച്ചെല്ല, കുറുപ്പിന്റെ കയ്യിൽ വിലങ്ങ് വെക്കാ, പിടിച്ചുകൊണ്ടുപോയി ജയിലിടാ. എന്താ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്താ കൊണ്ടുപോയതിനേക്കാളും വേഗത്തിൽ തുമ്പശ്ശേരി കുറുപ്പ് തിരിച്ചു വരും. ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഈ നാടകളെ കുട്ടിച്ചോറാക്കും. പുറമേ ഒരു വിഡ്ഢിവേഷം പോലെ കാണുന്നേ ഉള്ളൂ. എന്നെ പച്ചക്ക് തിന്ന പിശാചാവൻ. അവനോട് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കണം. ഇനിയും കാത്തു നിന്ന് നമുക്കൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വയസ്സാവും. കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കണം. കളവ് പോയ സകല സ്വർണവും ഇപ്പൊ കുറുപ്പിന്റെ വീട്ടിലുണ്ട്. പോലീസിന്റെ സഹായമില്ലാതെ നമ്മളത് തിരിച്ചെടുക്കുന്നു. ഈ കളി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ കക്ക് നമ്മുടെ സാധനങ്ങള് നമ്മളറിയാതെ ഒരാൾ എടുത്തോണ്ട് പോയി. അത് നമുക്ക് തിരിച്ചെടുത്തോണ്ട് വന്നൂടെ? അതിന് കക്കാന്ന് പറയാ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കാന്ന് അധികാരി അങ്ങോട്ട് വിചാരിച്ചേ. സംശയിക്കാണ്ട് വിചാരിച്ചു. ഇതൊരു വലിയ വീട്. ഈ വീടിന്റെ ഒരു ഭാഗത്ത് തുമ്പശ്ശേരി കുറുപ്പ്, ഇപ്പുറത്ത് അധികാരി, തൊട്ടിപ്പുറത്ത് ഗോവിന്ദൻകുട്ടി, ഇപ്പുറത്തെ പണിക്കര്, ഈ ഭാഗത്ത് ഞങ്ങള്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കുമ്പോ ഇവിടെ ഈ മുറിയിൽ കഴിയുന്ന ഞങ്ങളുടെ കുറച്ച് സ്വർണം എന്തോ ഒരു അത്യാവശ്യത്തിന് ആരോടും പറയാതെ അടുത്ത മുറി താമസിക്കുന്ന കുറിപ്പെടുത്തോണ്ട് പോയി.
ഈ തോർത്തുമുണ്ട്, മുടി ചെയ്യുന്ന ചീപ്പ്, മുഖത്തിടുന്ന പൗഡർ, ഇതൊക്കെ വീട്ടിൽ തന്നെ ഓരോരുത്തർ ചോദിക്കാണ്ടും പറയാണ്ടും എടുത്തോണ്ട് പോയി കട്ടുമേലും കുളിമുറിയിലും ഒക്കെ വെക്കുന്നില്ലേ? അതൊക്കെ അവരോട് ചോദിച്ചിട്ടാണോ നമ്മൾ പോയി എടുക്കാറ്? അതെ, ചോദിക്കാണ്ട് കുറിപ്പെടുത്തോണ്ട് പോയ നമ്മുടെ സ്വർണം നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മൾ തന്നെ നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ. വേറൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. മൂർഖനെ കൊല്ലാൻ വേറൊരു മൂർഖൻ വിചാരിച്ച കഴിയില്ല. അതിന് രാജവെമ്പാലയാവണം. കാര്യം നമ്മളൊക്കെ തനി പാവങ്ങളാ എന്ന് വെച്ച് ഒരിക്കലെങ്കിലും രാജവെമ്പാല ആയില്ലെങ്കിൽ ഈ നാടും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. ഇൻസ്പെക്ടറോടും കമ്മീഷണറോടും ഒക്കെ സങ്കടം പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോഴേക്കും കമ്മീഷൻ ഒരുപാട് ആവുകയും ചെയ്യും. ഉള്ള സമയവും പോവും. കുറിപ്പ് അതെല്ലാം വിറ്റ് കാശുവാക്കും. കുറുപ്പിന്റെ വീട്ടിൽ കയറി സകലതും തിരിച്ചു വെക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരും. ആരൊക്കെ ഉണ്ടാവും മാത്രമേ പറഞ്ഞാൽ മതി. ആ കുറിപ്പും കുറിപ്പിന്റെ ആൾക്കാരും ഒഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. നാളെ രാവിലെ നമ്മൾ ഭഗവതിക്ക് തേങ്ങറിയും. അതോടെ പരിശീലനം ആരംഭിക്കും. എന്നാ പിന്നെ സമസ്താപരാധങ്ങളും പുറത്ത് അശേഷം അടിപതറാതെ മുന്നേറാൻ നമുക്കെന്ന് സാധിക്കട്ടെ. അതെ, 1 മിനിറ്റ് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കാം.